ഭാരതിയിലേക്ക് സ്വാഗതം. വിവിധ് ഭാരതി ജനങ്ങൾക്ക് സൗജന്യ വൈദ്യ ചികിത്സ. ഇന്ധനവിലയെ മുൻനിർത്തി രാഷ്ട്രീയക്കാർ ചെയ്യുന്ന സമരം മൂലം ജനങ്ങൾ വട്ടം തിരിയുകയാണ്. ചക്രസ്തംഭന സമരത്തിലൂടെ ജനങ്ങളെ വീർപ്പ് മുട്ടിക്കുകയാണ് രാഷ്ട്രീയക്കാർ. ബസ് തൊഴിലാളികളും ഓട്ടോ തൊഴിലാളികളുമാണ് ഇന്നത്തെ ഈ സമരത്തിൽ. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എപ്പോഴും കഷ്ടപ്പെടാനാണ് യോഗം. ഏത് സർക്കാർ, എന്ത് ജനം, രണ്ടും കൊള്ളാം. വേണ്ട സാർ, ഞങ്ങളെ വിട്ടേക്ക് സാർ. കളിക്കാൻ നിൽക്കണ്ട, ഇന്ന് നമ്മൾ പൊളിക്കൂടാ, പൊളിക്കും. അത്ര എളുപ്പത്തിലങ്ങ് കൊണ്ടുപോകാന്ന് കരുതിയല്ലേ? ഇവള് ഞങ്ങളുടെ കുട്ടിയാ. തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ അവളെ കൊണ്ടുപോടാ. ഇവളെയും കൊണ്ട് നീ ഒരാട്ടി മുന്നോട്ട് പോവില്ല. ഈ നാട്ടിലും ആണുങ്ങളെ കൊണ്ടെന്ന് എനിക്ക് മനസ്സിലായടാ. വെറുതെ വാങ്ങിക്കൂട്ടാതെ എല്ലാത്തിനും വിളിച്ചോണ്ട് പോടാ. പോ പോ. സാർ, ഒരുപാട് നന്ദിയുണ്ട് സാർ. നോക്ക്, ലവ് തുടങ്ങിക്കഴിഞ്ഞാലേ കാമുകൻ കാമുകിയുടെ ബോഡി ഗാർഡായി തീരും. വെറുതെ പിന്നാലെ നടന്നു കൊഞ്ചി പാട്ടും പാടി നടന്നാൽ മാത്രം പോരാ. കരാട്ടയും കളരിയൊക്കെ നന്നായി പഠിച്ചു വെക്കണം. സോ ദ മോറൽ ഓഫ് ദ ഫൈറ്റ് ഈസ്, എത്ര സ്ട്രോങ് ആയിട്ട് പ്രേമിക്കുന്നുണ്ടോ അത്രയും സ്ട്രോങ് ആയിട്ട് കരാട്ടയും പഠിച്ചിരിക്കണം. ഓക്കെ സാർ, സാറിന്റെ ഗേൾഫ്രണ്ട് ശരിക്കും ഭാഗ്യവതിയായിരിക്കും സാർ. ഒന്ന് പോയി തരൂ. അവന്റെ ലവറിനെ ഞാൻ റൗഡികളിൽ നിന്ന് രക്ഷപ്പെടുത്തി. പക്ഷെ എന്റെ ലവറിനെ ഓർമ്മപ്പെടുത്തി എന്റെ ഹാർട്ടിനിട്ട് ലാത്ത് ചാർജ് നടത്തി. നോ നോ, എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് എത്തുന്നതിന് മുമ്പേ ഞാൻ സ്വാധീനം മറക്കാൻ ശ്രമിക്കും. യെസ്. ഇന്ന് ഈ ബസ് സമരം നടത്തേണ്ട വല്ല കാര്യമുണ്ടോ? മഴയാണെങ്കിൽ ഭയങ്കരമായിട്ട് പെയ്യുന്നു. ആ, ഒരു വണ്ടി വരുന്നുണ്ട്. ഒന്ന് നിർത്ത. മോനെ, ഡിക്കി ഒന്ന് തുറന്നേ. ലഗേജ് വെക്കാൻ വേണ്ടിയാ. കഴിഞ്ഞ
എന്തു പറ്റി മോനെ? ലിഫ്റ്റ് തന്നതിന് ശേഷവും വണ്ടി എന്താ മുമ്പോട്ടെടുക്കാത്തത്? എന്റെ പേരക്കുട്ടിയുടെ കല്യാണമാ, വളരെ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് പോകാനുള്ളതാ. അവിടെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. കല്യാണത്തിന്റെ താലിമാലയും കൂടി എന്റെ കയ്യിലാ ഉള്ളത്. നിങ്ങൾക്ക് പിന്നീട് സംസാരിക്കാലോ, ഇപ്പൊ വണ്ടി എടുക്ക്. ആ ആ അല്ല മോനെ, ഞാൻ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എന്നെയോ? ആ, എവിടെ കണ്ടു? നീ സീരിയലൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലേ? ആ മുമ്പൊക്കെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഓ, അതുകൊണ്ടാ ഇപ്പൊ നിന്നെ TV കാണാത്തത്. എന്തു പറ്റി മോനെ? വണ്ടി എന്താ മെല്ലെ പോകുന്നത്? കുറച്ചുകൂടി സ്പീഡിൽ വണ്ടി ഓടിച്ചൂടെ? എന്റെ കയ്യിലേ കഴിക്കാനൊരു സാധനമുണ്ട്. അത് കഴിച്ചാ സ്പീഡില് 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 വണ്ടി ഓടിക്കും. വേണ്ട 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 വേണ്ട. നിങ്ങളെല്ലാരും എങ്ങോട്ടാ പോണേ? അല്ല, ഞങ്ങൾ എല്ലാവരും കൂടി അല്ല മോനെ, ഞങ്ങള് 3 പേര് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ മോള് ബാംഗ്ലൂർക്ക് പോവാ. ഞാനും മംഗലാപുരത്തേക്ക് തന്നെയാ. ഞാൻ നിങ്ങളെ ഗ്രാമത്തിൽ ഇറക്കിയിട്ട് മംഗലാപുരത്തേക്ക് പോയിക്കോളാം. ആ, എന്റെ ഗുരുവായൂരപ്പാ, ഈ പെരുമഴയില് ഈ ബസമരത്തിന്റെ ഇടയില് നീ ഞങ്ങളെ ദൈവം പോലെ വന്ന് രക്ഷിച്ചവനാ. ഇതിനെത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അല്ല, എന്താ മോൻ തനിച്ചു പോകുന്നത്? ആ എന്ത് ചെയ്യാനാ, തനിച്ചല്ലേ പോകേണ്ടത്. ഓഹോ, നോക്കുമോനെ, നീ വേഗം ഒരു കല്യാണം കഴിക്കേ. നീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് നന്നല്ല. നിനക്കിപ്പോ ഒരു തുണ കിട്ടിയില്ലേ? 2 പേരും ഒന്നിച്ചായിരുന്നെങ്കിൽ യാത്രയും നന്നായേനെ. കല്യാണ പുതുക്കത്തിൽ എന്റെ ഭർത്താവ് സ്കൂട്ടറിന്റെ പുറകിൽ എന്നെ വെച്ചോണ്ട് ഗ്രാമം മുഴുവൻ ഇങ്ങനെ പറഞ്ഞ് കറങ്ങി നടക്കുമായിരുന്നു. എന്തോ ഒരു സന്തോഷമായിരുന്നറിയോ? മഴ വരെ നിന്നു. ഇനി കുറച്ചു നേരം നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ. ആ, അത് ശരി. ഞാൻ സംസാരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? ആ മോനെ, ഞങ്ങളുടെ ഗ്രാമം എത്താറായി. വണ്ടി നിർത്താം. ഓക്കെ ഓക്കെ ഓക്കെ. വണ്ടി വാണി, റാണി, ഇറങ്ങിക്കോ. വേഗം ഇറങ്ങ. അല്ല അല്ല, ഞാൻ നിങ്ങളെ മംഗലാപുരത്ത് ഡ്രോപ്പ് ചെയ്യാം. ഈ മോക്ക് എന്ത് പറ്റി? അല്ല മോളെ, നീ എന്തിനാ ഇവിടെ ഇറങ്ങിയത്? നിന്നെ ഈ ചെറുക്കൻ ബാംഗ്ലൂർ എത്തിക്കില്ലേ? വേണ്ട ആന്റി, ഞാൻ തന്നെ മാനേജ് ഓ, ചെയ്തോ. എന്റെ മോളെ, നീ തനിച്ചല്ലേ? തനിച്ച് ഇത്രയും ദൂരം എങ്ങനെ പോവാനാ? ആ പയ്യനെ കണ്ടിട്ട് നല്ലവനാണെന്നാ തോന്നുന്നേ. അവൻ ഒരിക്കലും നിന്നെ റേപ്പൊന്നും ചെയ്യില്ല. ഇനി അഥവാ അവൻ നിന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചാലുണ്ടല്ലോ, നിന്നെ കല്യാണം കഴിച്ചോളണമെന്ന് പറ. അതിന് സമ്മതിച്ചില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കൂന്ന് പറ. ഇതവൻ കേട്ടാലുണ്ടല്ലോ പേടിച്ചു പോവും മോളെ. പിന്നെ കല്യാണത്തിന് ഉടനെ സമ്മതിക്കുകയും ചെയ്യും. അത് നിനക്ക് നല്ലതല്ലേ? അയ്യോ ഇല്ല ആന്റി, അത് അങ്ങനെയല്ല. ഒരക്ഷരം നീ പറയണ്ട. നമ്മുടെ സ്ഥലത്ത് ബസ് സമരം നടന്നോണ്ടിരിക്കല്ലേ? അവരുടെ ഒരു സമരം. നീ വാ, എന്റെ കൂടെ വാ. പ്ലീസ്, ഞാൻ ഒന്നും ഇങ്ങോട്ട് പറയണ്ട. വേണ്ട, ഞാൻ പറഞ്ഞോളാം. മോളി വണ്ടി കേറിട്ട് സമാധാനായിട്ട് ബാംഗ്ലൂർ പോയി ഇറങ്ങും. ഇതെന്റെ ഗ്യാരണ്ടിയാ. അതെ, ഈ കണ്ണാടി ഒന്ന് താത്തിക്കേ. എന്താ മുത്തശ്ശി? വേറൊന്നുമല്ല, ദേ നോക്കുമോനെ, ഈ പെണ്ണിനെ വളരെ സേഫ് ആയിട്ട് ബാംഗ്ലൂർ കൊണ്ടുപോയി വിട്ടേക്കണം. ഒരുപക്ഷെ എന്തെങ്കിലും വേണ്ടാതിനും ചെയ്യാൻ നിന്റെ മനസ്സിൽ തോന്നിയാലുണ്ടല്ലോ, അവക്കേ നല്ല കരാട്ടയൊക്കെ അറിയാം. അത് ഓർമ്മയിരിക്കട്ടെ. വേഗം പോ, വേഗം പോ. സംസാരിക്കാനോ ഒന്നുമില്ല. എന്നാ റേഡിയോയെങ്കിലും വെക്കാം. റേഡിയോ ഒന്ന് ഓഫ് ആക്കോ പ്ലീസ്. ഈ ഒരു സിറ്റുവേഷൻ ഇത് കറക്റ്റാ? അല്ല സോറി. ഈ പെൺപിള്ളേരെ ഹാർട്ടും നായുടെ വാലും ഒരുപോലെ. എത്ര നിവർത്താൻ ശ്രമിച്ചാലും അത് നിവരില്ല. ദൈവം എന്തിനാണോ ഈ ആണുങ്ങളുടെ ഹാർട്ട് ഇത്ര സോഫ്റ്റ് ആക്കിയത്? കുറച്ചു മുമ്പ് ഞാൻ എന്താ ആലോചിച്ചെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. നിന്നെ കംപ്ലീറ്റ് ആയിട്ട് മറക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പെട്ടെന്ന് നീ എൻ്റെ മുമ്പിൽ വന്നു. നീ വേഗം എന്നെ കല്യാണം കഴിച്ചു. എന്തൊരബദ്ധം ഞാനിപ്പോ പറഞ്ഞത്. സുഖാണോ ഡോക്ടറെ? സുഖമായിട്ടിരിക്കുന്നു. എൻഗേജ്മെന്റ് കഴിഞ്ഞു അല്ലേ? ആരുടെ എൻഗേജ്മെന്റ്? തന്റെ എൻഗേജ്മെന്റ് ഡോക്ടറെ. അത് നേരത്തെ ഫിക്സ് ആയി കഴിഞ്ഞല്ലേ? എനിക്ക് അത്യാവശ്യമായിട്ട് മംഗലാപുരം പോണം. നിങ്ങൾ പോയിക്കോ. അല്ല അതെ ഡോക്ടർ, ഡോക്ടർ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിപ്പോയെന്തിനാ?
ഇനി എൻഗേജ്മെന്റ് ക്യാൻസൽ ആയതാണോ അതോ എൻഗേജ്മെന്റ് നടന്നിട്ടില്ലേ? ഡോക്ടറെ, ഡോക്ടർ, ആ, ഡോക്ടർ, ലഗേജ്. ആ, അല്ല മറന്നുപോയതായിരിക്കും അല്ലേ? ഡിക്കി ഓപ്പൺ ചെയ്യൂ. അല്ല ഈ എൻഗേജ്മെന്റ് ക്യാൻസൽ ആയി പോയതാണോ? ഡിക്കി ഓപ്പൺ ചെയ്യാനാ പറഞ്ഞ. ഓക്കെ ഓക്കെ, കൂൾ കൂൾ. അല്ല ശരിക്കും എൻഗേജ്മെന്റ് ക്യാൻസൽ ആയി. നോക്ക്, എനിക്കത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഞാൻ എങ്ങനെയോ മംഗലാപുരത്ത് പോയിക്കോളാം. നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിപ്പോ. അല്ല ഞാൻ പോയിക്കോളാം. പക്ഷെ തന്നെ ഇങ്ങനെ നടുറോട്ടിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അതുകൊണ്ടാണ്. ആ നോക്ക് ഡോക്ടറെ, ഇന്ന് ബസ് സ്ട്രൈക്കാ, ഒരു ബസ്സും ഉണ്ടാവില്ല. ലെറ്റ്സ് ബി പ്രാക്ടിക്കൽ. ഞാനും മംഗലാപുരത്തേക്ക്, എന്റെ കൂടെ വാ. പ്ലീസ് ശരത്, ഞാൻ മംഗലാപുരത്ത് പോകുന്ന കാരണം കൊണ്ട് നീ അങ്ങോട്ട് തന്നെ പ്ലാൻ ചെയ്യണ്ട. നീ നിന്റെ പണി നോക്കിപ്പോ. കൊച്ചു കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യല്ലേ. ഓഹോ, എനിക്കിത് വേണം. ഒരു മിനിറ്റ്. പഴയ ആൾക്കാർ പറയാറുണ്ടേ, പുതിയ പെണ്ണിനെ കണ്ട ജാട കാണിക്കരുതെന്നും പഴയ പെണ്ണിനെ കണ്ട ഒരു സഹായം ചെയ്യാൻ നിൽക്കരുതെന്നും. ഇതാ നോക്ക്, ഇൻവിറ്റേഷൻ. ഞാൻ മംഗലാപുരത്ത് പോകുന്ന കല്യാണത്തിന്റെ. നീ കല്യാണത്തിനാണോ പോന്നെ? അതെ. മധു നിന്നെ കല്യാണത്തിന് ഇൻവൈറ്റ് ചെയ്തോ? മധു? ഏത് മധു? ഞാൻ എന്റെ ഫ്രണ്ട് നാരായണന്റെ കല്യാണത്തിനാ പോകുന്നത്. നാരായണൻ? മധു? ഓ മൈ ഗോഡ്, ഞാനോ ഇതേ കല്യാണത്തിനാ പോന്നെ. എന്റെ ഗുരുവായൂരപ്പാ, നിന്റെ ലീല അപാരം തന്നെ. ഇന്നത്തെ ദിവസം നോക്കി നീ ഹർത്താലും തന്നു, ബസ്സും ഇല്ലാതെ ഒരേ കാറിൽ ഞങ്ങൾക്ക് അതുവരെ പോവാനുള്ള സൗകര്യവും തന്നു. ഇതൊക്കെ കാണുമ്പോ എനിക്ക് എന്താ തോന്നുന്നെന്ന് വെച്ചാല് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കണമെന്ന് നിന്റെ തീരുമാനമാണ്. ശരിയല്ലേ? അല്ല ഒന്നുമില്ല. അതെ, വണ്ടി കയറ്. നിന്റെ സ്ഥാനത്ത് മുത്തശ്ശിയാണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ. വണ്ടി കയറ്. ഓക്കേ, വരാം. ബട്ട് കല്യാണ വീട്ടില് നമ്മൾ രണ്ടുപേരും സ്ട്രേഞ്ചേഴ്സാ. ഡൺ? ശ്രമിക്കാം. ഓക്കേ. എൻഗേജ്മെന്റ് അയ്യപ്പൻ്റെ അടുത്താണോ മോളെ നിന്റെ പുലികളി? ഡീ പെണ്ണെ, നീ എന്നെ ഒന്ന് മനസ്സിലാക്കാനെങ്കിലും ഒന്ന് ശ്രമിക്കും. അതിനുശേഷം നീ മഹാറാണിയെ പോലെ പുറകിലിരുന്നോ, ഞാൻ മുമ്പിലിരുന്നോളാം. നോൺ സ്റ്റോപ്പ് ഡ്രൈവ്.